И это относится к любым усилиям конструктивного характера. Разумеется, такая влиятельная держава, как Индия, безусловно, способна сыграть в этом свою роль. നമസ്കാരം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നീക്കങ്ങൾ ലോകത്തെ തന്നെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭീതിയിലാണ് ലോക രാഷ്ട്രങ്ങൾ. എന്നാൽ ഈ വലിയ പ്രതിസന്ധി പരിഹരിക്കാൻ ലോകത്ത് ഒരു രാജ്യത്തിന് മാത്രമേ സാധിക്കൂ എന്ന് റഷ്യ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഭാരതമാണ്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കറോവ നടത്തിയ ഏറ്റവും പുതിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്താണ് റഷ്യ പറഞ്ഞത്? ഇന്ത്യക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് വിശദമായി പരിശോധിക്കാം. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കറോവയുടെ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്നത് പ്രകോപനമില്ലാത്ത അധിനിവേശം എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത്. ഇറാനിലെ സിവിലിയൻ കേന്ദ്രങ്ങളെയും ആശുപത്രികളെയും ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞ റഷ്യ ഈ സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യയെപ്പോലെ സ്വാധീനമുള്ള ഒരു രാജ്യത്തിന് സാധിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. നിലവിൽ ഇറാൻ നേരിടുന്ന മാനുഷിക പ്രതിസന്ധികൾ വിവരിച്ച സക്കറോവ റഷ്യ അവിടെ മെഡിക്കൽ സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി. എന്നാൽ സൈനികമായ നീക്കങ്ങൾക്കപ്പുറം ഒരു നയതന്ത്ര പരിഹാരമാണ് വേണ്ടതെന്നും അതിന് ഇന്ത്യയുടെ ഇടപെടൽ അത്യാവശ്യമാണെന്നുമാണ് റഷ്യയുടെ പക്ഷം. എന്തുകൊണ്ടാണ് റഷ്യ ഇന്ത്യയെ ഇതിലേക്ക് ക്ഷണിക്കുന്നത്? ഇതിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങളാണുള്ളത്. ഇന്ത്യക്ക് ഇസ്രയേലുമായി വളരെ അടുത്ത പ്രതിരോധ നയതന്ത്ര ബന്ധമാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം ഇറാനിലാണ്. ഊർജ ആവശ്യങ്ങൾക്കും മധ്യേഷ്യയിലേക്കുള്ള വ്യാപാരത്തിനും ഇന്ത്യക്ക് ഇറാനെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനുമായും ഇന്ത്യക്ക് മികച്ച ബന്ധമാണുള്ളത്. ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരേ സമയം ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാൻ നിലവിൽ ഇന്ത്യയോളം വിശ്വാസ്യതയുള്ള മറ്റൊരു രാജ്യവുമില്ല. ഇന്ത്യ ഇതുവരെ ഈ വിഷയത്തിൽ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് പരസ്യമായി എടുത്തിട്ടില്ല. എന്നാൽ സമാധാനമാണ് പരിഹാരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് കേവലം ഒരു യുദ്ധം മാത്രമല്ല, രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ കൂടിയാണ്. ഹോർമുസ് കടലിടുക്ക് വഴി വരുന്ന കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയെ അത് ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ മേഖലയിലെ സമാധാനം ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. റഷ്യയുടെ ഈ പ്രസ്താവന ഇന്ത്യയെ ഒരു ഗ്ലോബൽ മീഡിയേറ്റർ അഥവാ ആഗോള മധ്യസ്ഥൻ എന്ന നിലയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ലോകം ഒരു 3ാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലാണോ എന്ന് പലരും ഭയപ്പെടുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ ഇടപെടൽ ഒരുപക്ഷെ ലോകത്തിന് തന്നെ രക്ഷയായേക്കാം. ഭാരതം ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.